ഇത് നമ്മുടെ കയ്യിലുള്ള ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. കുറച്ച് നാൾ മുമ്പ് ഈ അക്വേറിയത്തിലേക്ക് നമ്മൾ ഒരു പെയർ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇതിനകത്ത് കിടന്നിട്ട് ബ്രീഡായി. അപ്പോൾ ബ്രീഡായ വീഡിയോ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളോട് ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഗ്രോത്തും അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിനകത്ത് അന്ന് ബ്രീഡായതിനു ശേഷം നിറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട്, അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഇവർ വലുതാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട്, ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഈ അക്വേറിയത്തിനകത്ത് ചെറിയ രീതിയിൽ ആൽഗെ ഫോം ചെയ്തിട്ടുണ്ട് ഈ അക്വേറിയത്തിൻ്റെ ചില്ലിൻ്റെ സൈഡിലായിട്ട്. അതുപോലെ ചെടികളിലും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് മഴക്കാലത്ത് ഇങ്ങനെ ആൽഗെ വരാറില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചൂടുകാലത്താണ് ആൽഗെ കൂടുതലായിട്ട് വരുന്നത്, കാരണം ലൈറ്റ് നല്ല രീതിയിൽ അടിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ചുറ്റുവട്ടത്തുള്ള മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിയുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് ഈ അക്വേറിയത്തിലേക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൽഗയൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ വലിയ ഗപ്പികളും നല്ല രീതിയിൽ ഈ സൈഡിൽ ആൽഗയൊക്കെ കൊത്തി തിന്നുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവർക്ക് ബീറ്റാ ഫിഷിന് ഫീഡ് ചെയ്യുന്ന ആ ഒരു ചെറിയ പെല്ലറ്റാണ് കൊടുക്കുന്നത്. അത് ഈ അഡൾട്ട് മെയിൽ ഫീമെയിൽ ഗപ്പികൾ അത് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളും അത് തന്നെയാണ് കഴിക്കുന്നത്. ഈ ഗപ്പികളെ പോലെയുള്ള മീനുകൾ, അത് പ്രസവിക്കുന്ന മീനുകളൊക്കെ നമുക്കറിയാം, ഇറങ്ങി വരുന്ന കുഞ്ഞിന് തന്നെ അത്യാവശ്യം സൈസ് ഉണ്ടായിരിക്കും. അവർ പെട്ടെന്ന് തന്നെ ഈ അഡൾട്ട് ഗപ്പികൾ കഴിക്കുന്ന അതേ ഫുഡ് തന്നെ കഴിച്ചു തുടങ്ങും. നമ്മൾ പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഡയറക്റ്റ് എടുക്കുന്നതുകൊണ്ട്, പെട്ടെന്ന് കഴിച്ച് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇതുവരെ ഇതിൽ നിന്ന് പിടിച്ച് മാറ്റിയിട്ടില്ല, അതായത് സെപ്പറേറ്റ് ഒരു ടാങ്കിലേക്കൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റുന്നതാണ് നല്ലത്. നമ്മൾ വേറൊരു ടാങ്ക് ഇതുവരെ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മാറ്റാത്തത്. അപ്പോൾ ഇതിനകത്ത് കുറേ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ ഹൈഡ് ചെയ്താണ് അവർ രക്ഷപ്പെട്ട് പോണത്. പിന്നെ ഇതിനകത്ത് ഒറ്റ പെയർ മാത്രമേ ഉള്ളൂ, ഒരു മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മേത്ത് അല്ലെങ്കിൽ അവർക്ക് നേരെ അധികം സ്ട്രെസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്കിലും എപ്പോഴും നല്ലത് ഈ കുഞ്ഞുങ്ങളെ ഇതിന് പിടിച്ച് സെപ്പറേറ്റ് ഒരു സ്പേസിലിട്ട് വളർത്തി വലുതാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിടാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ പുറത്തുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലേക്ക് ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുണ്ട്, അത് നമ്മൾ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്ത് ടാർപോളിനൊന്നും വിരിച്ചിട്ടില്ല. അതിനകത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ട്, വെള്ളം വറ്റി പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ തോതിലാണ് വെള്ളം കുറയുന്നത്, പക്ഷേ അത് മാറ്റാനുണ്ട്. അത് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കുഞ്ഞുങ്ങളെ മാറ്റാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. പ്ലാറ്റുകളെ നമ്മൾ വേറെ ഏതെങ്കിലും സ്പേസിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ടാങ്കിലേക്കാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വിരിക്കാനായിട്ടുള്ള പുതിയ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ചെറിയ ടാങ്കിൻ്റെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റ് ഇടലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഈ അക്വേറിയത്തിൽ നിന്ന് ആ ഒരു സ്പേസിലേക്ക് മാറ്റുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പെയർ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടായത്. നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടിട്ട് അവർ നല്ല ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർ ബ്രീഡിങ്ങിന് സെറ്റായി. അവർ ഇതേപോലെ ബ്രീഡായി നിറച്ച് കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ ഇറങ്ങി. പിന്നെ അവർ നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു അക്വേറിയത്തിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം അത്യാവശ്യം സ്പേസുള്ള അക്വേറിയമാണ്, മെയിലിനും ഫീമെയിലിനും നല്ല രീതിയിൽ കിടന്ന് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ അവർക്ക് വേറെ സ്ട്രെസ്സിന് ഉള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പിന്നെ ചെടികൾ നല്ല രീതിയിൽ ഉണ്ടായി, നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കുറേ ചെടികൾ താഴത്തെ പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ചെടികൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റി നടാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അത്രയധികം വെക്കാനുള്ള അക്വേറിയം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറൻ്റ് ഇല്ല. അതുകൊണ്ട് കുറേയൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ബ്രീഡ് ചെയ്യാനുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഈ മെയിലും ഫീമെയിലൊക്കെ അവരെ കൊത്തി ഓടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെട്ടു പോകാനും ഈ ചെടികൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ അപ്ഡേറ്റ്. അവർ പെട്ടെന്ന് തന്നെ വലുതായിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, മുമ്പത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച സൈസും ഇപ്പോഴത്തെ സൈസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ചിലതിൻ്റെയൊക്കെ വാല് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് റെഡ് കളറിൽ. പിന്നെ ഇവർക്ക് ഇതുവരെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സാധാരണ ഇവർക്ക് വരാറുള്ള അല്ലെങ്കിൽ ഫംഗസ്, വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഡ്രോപ്സി പോലുള്ള അസുഖങ്ങളൊന്നും ഇവർക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വേനൽക്കാലമാണ്, അങ്ങനെ അധികം അസുഖങ്ങൾ വരാത്തൊരു ക്ലൈമറ്റാണ്. പക്ഷേ മഴക്കാലത്തൊക്കെയാണ് കൂടുതൽ ഇവർക്ക് എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുള്ളത്, ഇതേപോലെ ഫംഗസ്, ഡ്രോപ്സി പോലുള്ള അസുഖങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും മഴക്കാലം വരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഫിഷ് കീപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെ തന്നെയാണ്. നമുക്ക് ചില സമയങ്ങളിലൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ജസ്റ്റ് വന്ന് ഇതൊന്ന് കണ്ടിരിക്കാൻ തന്നെ.
അതായത് ഇതുപോലെ നാച്ചുറലായിട്ടുള്ളൊരു ആംബിയൻസിൽ ഈ മീനുകൾ കിടന്ന് നടക്കുന്നതും അവർ ഇതിനകത്ത് നാച്ചുറലായിട്ട് ബ്രീഡ് ആവുന്നതും അതുപോലെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അവർ വന്ന് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല എൻ്റർടൈനിങ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.